മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ ഏറ്റവും വലിയ ട്രെയിലർ എന്ന് പറയുന്ന സമയത്ത് ലെങ്ത് കൊണ്ട് മാത്രമല്ല പറയുന്നത്, ഉദ്ദേശം 4 മിനിറ്റോളം വരുന്ന ഒരു വലിയ ട്രെയിലറിന്റെ അപ്പുറത്തോട്ട് ഒരു വെൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ട്രെയിലർ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് നമ്മളിന്ന് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. ആരാണ് ഈ ഡ്രാഗൺ, ആരാണ് ഈ വില്ലൻ എന്നുള്ള 100 കൂട്ട ചോദ്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ സിനിമയിൽ വരാൻ പോകുന്ന വില്ലനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ അങ്ങനെ റിലീസ് ആയിക്കാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 1:08 കൂടി റിലീസ് ആവുന്ന ഒരു കാര്യങ്ങൾ ഒഫീഷ്യൽ പോസ്റ്റർ ഒക്കെ ഇട്ട് അവർ റിലീസ് ചെയ്യാനായിട്ട് നിന്നിരുന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്രോ ഇന്നലെ തന്നെ ഈ സിനിമയുടെ ട്രെയിലർ വന്നതെന്നൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഈ സിനിമയുടെ ട്രെയിലർ ആക്ച്വലി ഇന്നലെ ലീക്കായി പോയതായിരുന്നു. അൺലിസ്റ്റഡ് എന്ന് പറയുന്ന ഒരു പരിപാടി മാറിക്കൊണ്ട് നേരെ പബ്ലിക്കിലോട്ട് കയറിക്കുന്നതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അത് ക്രിയേറ്റേഴ്സിനൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ കണ്ടേക്കുന്ന സമയത്ത് ഇതൊരു മലയാള സിനിമ തന്നെയാണോടെ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള കുറെ എലമെന്റ്സുകൾ ഈ സിനിമയിൽ കാണാനായിട്ട് സാധിച്ചായിരുന്നു. എന്താണ് ഈ ട്രെയിലർ, എന്താണ് ഈ സിനിമ കാണാൻ മാത്രമുള്ള സംഭവം ഉണ്ടോ, സംഭവം ഇരുക്ക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ട്രെയിലർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിനെയാണ്. നമുക്ക് ആ പേര് പറയേണ്ട ആവശ്യമില്ല, കാരണം അവർ ഒഫീഷ്യലി ഈ ഒരു ടീമിൽ നിന്നും ഔട്ടായി കഴിഞ്ഞു. പക്ഷേ അവരുടെ ലൈക്കയുടെ ലോഗോ കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമാണ്. ഇവിടെ ഒരു മാലാഖയുടെ രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. സോ പള്ളി പോലെ അങ്ങനെ എന്തോ ഒരു ഏരിയ ആണ് ഇവിടെ ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഒരു റെപ്രസെന്റേഷൻ കൂടിയുണ്ട്. ബേസിക്കലി ഫാളൻ ഏഞ്ചൽ എന്ന് പറയുന്ന രീതിക്ക് ഒരു റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടേക്കുന്ന ഒരു ഇടമായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ നിൽക്കുന്നത് പി.കെ. രാംദാസ് ആണ്. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ശരിക്കും ഇദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോവിനോ തോമസ് ഒരു മകനാണ്. അതുപോലെ മകളായിട്ട് ഇവിടെ മഞ്ജു വാര്യരുടെ കഥാപാത്രം വരുന്നുണ്ട്. പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീഫൻ നെടുപള്ളി എന്ന് പറയുന്ന അദ്ദേഹം എടുത്തു വളർത്തി എന്ന് പറയുന്ന ഇതിലാലേട്ട കഥാപാത്രം ഈ സിനിമയിലുണ്ട്. സോ ഈ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പാതയെ പിന്തുടരുന്ന ആൾക്കാരാണ് ഇദ്ദേഹത്തിന്റെ മക്കൾ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ എന്റെ മക്കൾ എന്റെ മക്കളാവണമെന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതൊരു ഇൻഡിക്കേഷൻ അല്ല എന്നുള്ളൊരു കാര്യം തുടക്കത്തിൽ തന്നെ തോന്നി തന്നെയായിരുന്നു. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എന്റെ ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് പറയാം. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടൊവിനോ തോമസിന്റെ ജതിൻ രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന, അറിയാലോ, മക്കളെ പറ്റിക്കാനായിട്ട് ഞാൻ റെഡിയാണ് എന്നുള്ള രീതിക്ക് നിൽക്കുന്ന തരത്തിൽ നമ്മുടെ പല രാഷ്ട്രീയക്കാരും നിൽക്കുന്ന പോലത്തെ ചില പരിപാടികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള പല പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ പറഞ്ഞു പോകുന്നുള്ളൊരു കാര്യമൊക്കെ അറിയാം. ലൂസിഫർ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു ഒരുപാട് പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ജതിൻ രാംദാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ സ്മൃതി ദിനം എന്ന് പറയുന്ന ആ ഒരു ദിനത്തോട് അനുബന്ധിച്ച് ജതിൻ രാംദാസ് എന്ന് പറയുന്ന ദി പൊളിറ്റീഷ്യൻ വന്നേക്കുന്ന ഒരു രംഗമാണെന്ന് കൂടെ കാണാൻ സാധിക്കുന്നത്. IUF എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മുൻപ് ലൂസിഫർ സിനിമയിൽ കണ്ടേക്കുന്ന ജതിൻ രാംദാസിന്റെ ആ ഒരു ലുക്ക് പോലെയല്ല, കുറച്ചും കൂടി ഒരു വില്ലൻ ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു ലുക്കാണ് നമുക്ക് ഇദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നല്ലേ. അത് വെറുതെ ഷെയ്ഡ് മാത്രമല്ല, മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരമായിട്ട് തളർത്താനായിട്ട് ശ്രമിച്ചിരുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല, ഉള്ളിൽ നിന്നുള്ള ആൾക്കാരെന്നുള്ളൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ശത്രുക്കളല്ല ഇദ്ദേഹത്തിന്റെ ശത്രു, നേരെ മറിച്ച് ഈ ഒരു പാർട്ടിയുടെ അകത്ത് തന്നെയുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിന്റെ ശത്രു എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ സ്റ്റീഫൻ നെടുപ്പള്ളി തന്നെ ആയിരിക്കുമോ ഇദ്ദേഹത്തിന്റെ ശത്രു എന്നുള്ളൊരു തോതിലേക്ക് വന്നായിരുന്നു. ഇവിടെ നമുക്ക് മൂന്നാമതായിട്ടൊരു പാർട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് IUF എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇപ്പുറത്ത് വേറൊരു പാർട്ടി, ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും അതിനോട് ശക്തി പിടിച്ചേക്കുന്ന, അതിനേക്കാൾ അല്ലെങ്കിൽ കട്ടയ്ക്ക് കട്ട നിൽക്കാൻ വരുന്ന തരത്തിലുള്ള ഒരു വലിയ പാർട്ടി ASM എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലോട്ട് വരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് ഈ ഒരു രംഗങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ബേസിക്കലി നോർത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പാർട്ടി എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ കോണ്ടക്സ്റ്റിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരുപാട് പേരെ രക്തക്കറകൾ പുരണ്ടേക്കുന്ന ഒരു പാർട്ടി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അവരാണ് കേരളത്തിലോട്ട് അവരെ എൻട്രി നടത്താനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് IUF എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയെ തകർത്തുകൊണ്ടാണോ അതോ ആ പാർട്ടിയെ വിലക്ക് മേടിച്ചുകൊണ്ടാണോ ഇവര് കേരളത്തിലോട്ട് ഇവരെ എൻട്രി നടത്തുക എന്നുള്ളൊരു കാര്യമാണ് സിനിമയിൽ നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത്. സോ ആരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ, സായികുമാർ ലൂസിഫറിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വില്ലനായിരുന്നു. പക്ഷേ ASM എന്ന് പറയുന്ന പാർട്ടി, അഖണ്ഡ ശക്തി മോർച്ച എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശംഖാണ് ഇവരുടെ ആ ഒരു രൂപം എന്ന് പറയുന്നത്, അവരുടെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു പാർട്ടിയുടെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു നേതാവ് പോലെ നിൽക്കുന്ന ഒരാളാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത്. ഇവരാണ് കേരളത്തിലോട്ട് ഇവരെ എൻട്രി നടത്താനായിട്ട് നിൽക്കുന്നത്. സോ IUF എന്ന് പറയുന്ന പാർട്ടി നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെന്ന് പറയുന്നത്, തന്നെ ലീഡ് ചെയ്തിട്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് നമുക്കറിയാം ജതിൻ രാംദാസ് എന്ന് പറയുന്ന ഒരാളാണ്. ജതിൻ രാംദാസ് തോറ്റു കൊടുത്തില്ല എങ്കിൽ, അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പാർട്ടിക്കാർക്കും കേരളത്തിൽ വന്നുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു പാർട്ടി തന്നെയാണ് IUF എന്ന് പറയുന്നത്.
പക്ഷേ ഈ പാർട്ടിക്ക്, ഈ ഒരു ASM എന്ന് പറയുന്ന പാർട്ടി ഒരുപക്ഷെ കേരളത്തിലോട്ട് വരുന്നത് IF പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള ഒരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിലോ അതായിരിക്കും നമ്മൾ ഈ സിനിമയിൽ ഒരു പക്ഷേ കാണാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. ഈ പാർട്ടിയിൽ നല്ലവനെ നമ്മൾ വിശ്വസിച്ചേക്കുന്ന ഒരാൾ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലൻ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇവിടെ മഞ്ജു വാര്യർ പറയുന്ന ഒരു ഡയലോഗ് പോലും വളരെയധികം പ്രസക്തമാണ്. മനുഷ്യജീവന് മേലെ ഒരു രക്തബന്ധത്തിന് പോലും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മനുഷ്യജീവന് മേലെ എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ASM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് രക്തത്തിൽ കുളിച്ചു വന്നേക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരുപാട് പേരെ കൊന്നും കൊടുത്തു വന്നേക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ASM എന്ന് പറയുന്നത്. നോർത്ത് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ ശക്തമായിട്ടുള്ള എൻട്രി കേരളത്തിലോട്ട് വരുന്ന സമയത്ത് IF എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് രക്തബന്ധത്തിലുള്ള മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ രക്തബന്ധത്തിലുള്ള ഒരു കഥാപാത്രം അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഈ ഒരു കാര്യം ഇവിടെ പറയാനായിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവുക. സോ നല്ലവനെന്ന് വിശ്വസിക്കുന്ന ഒരു നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാരൻ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വില്ലൻ വേഷത്തിൽ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആരാണ് ഇയാൾ എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും ഈ സിനിമയിലുള്ള ഒരു പ്രധാനപ്പെട്ട സർപ്രൈസ്. സോ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് ലാലേട്ടന്റെ കഥാപാത്രം സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നാർക്കോട്ടിക്സ് യെസ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഖുറേഷി അബ്രഹാം നെക്സസിന് എതിരായിട്ടുള്ള കാര്യമാണ് ഈ നാർക്കോട്ടിക്സ് ജിഹാദി പോലെയുള്ള ടീമുകൾ എന്നുള്ളൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കാണിച്ചു പോകുന്നത് അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം ചെകുത്താനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറയുന്ന നമ്മുടെ എംപുരാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ചൈന, ഫ്രാൻസ്, അങ്ങനെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ ആ ഒരു എൻട്രി ഷോട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഷോട്ട് തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 666 എന്ന് പറയുന്ന ആ ഒരു കാർ വരുന്ന ഒരു ഷോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഷോട്ട് തന്നെയായിരുന്നു ശരിക്കും ലാലേട്ടന്റെ ആ ഒരു ബാക്ക് ഷോട്ട് ആയിട്ട് വന്നിരുന്ന ഒരു പോസ്റ്ററിനകത്തുണ്ടായിരുന്ന രംഗം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. നല്ല മഴയുള്ളൊരു സീക്വൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൊട ചൂടി നിൽക്കുന്ന സീക്വൻസ് കാണുന്ന സമയത്ത് ഈ വരുന്നതും ലാലേട്ടൻ തന്നെയാണ്. US-ന്റെ വലിയൊരു ശക്തമായിട്ട് പ്രസൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഗെയിം ഓഫ് ത്രോൺസിലേക്ക് വന്നേക്കുന്ന ഈ മച്ചാൻ ആരാണെന്നുള്ളൊരു ചോദ്യം കുറെ ആൾക്കാരുടെ ഒരു വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇദ്ദേഹം US-ന്റെ വലിയൊരു ഒഫീഷ്യൽ ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എനിമീസ് എനിമി എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഒരുപക്ഷെ ഖുറേഷി അബ്രാഹത്തിന് തകർക്കാനായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന US-ന്റെ ഒഫീഷ്യലായിട്ട് നിൽക്കുന്ന ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പുറത്ത് അതേ ലെവലിൽ തന്നെയുള്ള ഒരു ഇന്റർനാഷണൽ ഡോൺ എന്നുള്ള രീതിക്ക് ഈ ഒരു കഥാപാത്രത്തിനെ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരായിട്ട് അദ്ദേഹം ഡീലുകൾ നടത്തുന്ന സമയത്തും യുദ്ധങ്ങൾ നടത്തുന്ന സമയത്തും കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ യുദ്ധം പ്രധാനമായിട്ട് നടത്താൻ പോകുന്നത് ഒരുപക്ഷെ ചോരയോട് തന്നെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവപുത്രന്റെ അടുത്ത് രക്ഷയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെകുത്താന്റെ അടുത്തല്ലേ രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം ഇവിടെ പറയുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചായിരുന്നു. അതായത് ദൈവം എന്ന് പറയുന്നത് PK രാംദാസ് ആണെന്നുണ്ടെങ്കിൽ ദൈവപുത്രൻ ആരായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ അടുത്തൊന്നും രക്ഷയില്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റുകളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട്, അവരുടെ ജനങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് സാത്താൻ തന്നെ രംഗത്തോട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഈ ഒരു എൻട്രി ഷോട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈസ് കമ്മിങ് ബാക്ക്, ദ ലൂസിഫർ ഈസ് കമ്മിങ് ബാക്ക് അഗൈൻ എന്നുള്ള രീതിക്കാണ് നമുക്ക് ഈ ഒരു ഷോട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, ഈസ് എ വെരി പവർഫുൾ പേഴ്സൺ. ആ നെക്സസിനെ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹം യൂസ് ചെയ്യുന്ന ഗൺസ് അടക്കം എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KA എന്ന് പറയുന്ന ഒരു സിമ്പിൾ തന്നെയാണ്. അതായത് ഖുറേഷി അബ്രാഹം നെക്സസിന്റെ എല്ലാ സാധനങ്ങളുമേയും അല്ലെങ്കിൽ എല്ലാവരുടെ ആയുധങ്ങളുമേയും KA എന്ന് പറയുന്ന ഒരു സിംബലൈസേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സയ്യിദ് എങ്ങനെയാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഖുറേഷി അബ്രാഹം എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് കണക്റ്റഡ് ആയെന്നുള്ളൊരു പാസ്റ്റ് കൂടി നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് റിവീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ മിലിറ്ററി ടാങ്കറുകൾ മറ്റൊക്കെ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് അമേരിക്കൻ ഫോഴ്സ് അവിടെ നിൽക്കുന്ന സമയത്ത്, അമേരിക്കൻ ഒഫീഷ്യൽസും ആ ഒരു ടീം ആർമി അവിടെ നിൽക്കുന്ന സമയത്ത് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാക്ഷാൽ ഖുറേഷി അബ്രാഹത്തിന് തന്നെയാണ്. സോ ഇസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നുള്ളൊരു കാര്യം വീണ്ടും എടുത്തു കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോട്ടുകളെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നടന്നു പോകുന്ന ഒരു ഷോട്ട് കേരളത്തിലോട്ട് രക്ഷകനായിട്ട് വരുന്ന, നീണ്ട നാളുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് പോയി കുറേ വർഷങ്ങൾക്ക് ശേഷം, ഉദ്ദേശം ഒരു 5 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലോട്ട് തിരികെ വരുന്ന, കേരളത്തിനെ രക്ഷിക്കാനായിട്ട്, അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനായിട്ട് തിരിച്ചു വരുന്ന, ഡ്രഗ്സ് MDMA പോലെയുള്ള സാധനങ്ങളിൽ നിന്നുള്ള നാർക്കോട്ടിക്സ് ഡീലുകളിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് വരുന്ന ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു ഫാളൻ ഏഞ്ചലായിട്ട് വരാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് സാക്ഷാൽ ലൂസിഫർ ചെകുത്താൻ, അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോകാനായിട്ട് പോകുന്ന ഒരു സിനിമാ കഥയാണ് എന്നുള്ളൊരു കാര്യം വളരെ ഷോർട്ടായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇതിന്റെ എല്ലാം അപ്പുറത്തോട്ട് ഈ സിനിമ എന്തുകൊണ്ടാണ് നമ്മൾ തിയേറ്റർ വാച്ച് ചെയ്യുന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മോഹൻലാൽ മൂവി, എ പൃഥ്വിരാജ് ഡയറക്ടോറിയൽ മൂവി. പടത്തിന്റെ ക്വാളിറ്റി കണ്ടെക്കുന്ന സമയത്തിന് കിളിപാറി പോയി എന്നുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ എല്ലാം അപ്പുറത്തോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദിസ് മൂവി സ്പെഷ്യലി മെസ്സേജ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പല ഡ്രഗ്സ് ഡീലിങ്ങുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ളൊരു
ഒരു ഇൻഫ്ലക്സ് കൃത്യമായിട്ട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. സോ ആരാണ് ഈ ഡ്രാഗൺ എന്നുള്ളൊരു കാര്യം, ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഡ്രാഗൺ ആരാന്നുള്ളൊരു കാര്യം, നമ്മൾ മുൻപ് പോസ്റ്ററിനകത്ത് കണ്ടേക്കുന്ന ആ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്ന ഡ്രാഗണെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ തന്നെ അദ്ദേഹത്തിന്റെ റെഫറൻസിനാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സ്റ്റീഫൻ സ്ഥിരമായിട്ട് ഇടുന്ന ഒരു വസ്ത്രം എന്ന് പറയുന്നത് വെള്ള വസ്ത്രമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ഷെയ്ഡ് കാണിക്കുന്ന രംഗം തന്നെയായിരുന്നു നമുക്ക് ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിമിലാരിറ്റി തോന്നിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്ന സമയത്ത് വൈറ്റ് ഷർട്ടിൽ നിന്ന് ബ്ലാക്ക് ഷർട്ടിലൂടെ അദ്ദേഹം മാറിയിരിക്കുന്ന സമയത്ത് ആരാണ് അയാൾ എന്നുള്ളൊരു കാര്യം, ആ ഡ്രാഗൺ ആരാന്നുള്ളൊരു കാര്യം നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതന്നെയായിരിക്കും. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള സാധനങ്ങളുണ്ട്. കാരണം ഇവിടെ ട്രക്കുകൾ പൊട്ടിത്തെറിക്കുന്ന ഷോട്ടുകളും എല്ലാം കാണിക്കുന്ന സമയത്ത് ആ ഒരു ഷോട്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു പഞ്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. BGM എല്ലാം കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു രവി ബസൂറൊക്കെയാണ് ഈ ഒരു BGM ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറ്റമായിട്ട് പറഞ്ഞല്ല, അദ്ദേഹമാണ് ഇത് ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് വേറൊരു ലീഗ് സാധനം കിട്ടിയെന്ന് എനിക്ക് തോന്നി. അബ്രാം ഖുറേഷിയുടെ കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളിയെ കുറിച്ച് നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. പക്ഷെ അബ്രാം ഖുറേഷി ആ ജാക്കറ്റ് ഇട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ലാലേട്ടൻ അത് ഭയങ്കരമായിട്ട് രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം പലതരത്തിലുള്ള ട്രോളുകൾ കാര്യങ്ങളൊക്കെ മുന്നേ വന്നേക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഇന്റൻസിറ്റി എന്താണെന്നുള്ളൊരു കാര്യം സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതുവരെ വന്നേക്കുന്ന ഷോട്ടുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു സാധനം പുറത്തേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. നേരെ മറിച്ച് കയ്യടികൾ കിട്ടാനായിട്ട് ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഇനി ബാക്കി ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം റേറ്റോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ അനൗൺസ് സൈനിങ് ഔട്ട്. ബൈ.